Hello my dear friends, welcome back to Raise Education. It's me Fasil. അപ്പോൾ മക്കളെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂസിംഗ് ആയിരിക്കും. നമ്മൾ പ്രോഗ്രാം എങ്ങനെയാണ് എഴുതേണ്ടത്? പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള C++ എല്ലാവർക്കും പ്രോഗ്രാം എഴുതാൻ അറിയാം. പക്ഷേ എന്നാലും അതിലുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു വ്യക്തമായിട്ടുള്ള ഐഡിയ നമുക്ക് വേണം. സോ സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം. അപ്പോൾ ആ പ്രോഗ്രാമിൽ ഏത് പ്രോഗ്രാം ചോദിച്ചാലും ഇതിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും, അതിൻ്റെ ആ ഒരു ഔട്ട്ലുക്ക് ഇങ്ങനെയായിരിക്കും. സോ എന്തൊക്കെയാണ് അതിലുണ്ടാവുക? hash include ഉണ്ടാവും. hash include header file using namespace std. std means identifier and int main curly bracket open ചെയ്തിട്ട് അതിനകത്താണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ റിട്ടേൺ 0 കൊടുക്കും, ദെൻ കേർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ, മെയിൻ സ്ട്രക്ചർ എല്ലാവരും ഒന്ന് പഠിച്ചു വെക്കുക. പ്രോഗ്രാം ഏത് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാത്തിൻ്റെയും സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും വരിക. ദെൻ ഇനി ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ വേണം. ആദ്യം നമ്മൾ കണ്ട ഈ ഒരു ഹാഷ് ഇൻക്ലൂഡ് എന്താ? ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത് ഒരു പ്രീ പ്രോസസർ ഡയറക്ടറി ആണ്. ഹാഷ് ഇൻക്ലൂഡ് ഒരു പ്രീ പ്രോസസർ ഡയറക്ടറി ആണ് ഹാഷ് ഇൻക്ലൂഡ്. അതായത് നമുക്കിപ്പോൾ നാളെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കൊരു മാസം മുമ്പേ ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈൻഡിലുണ്ട് നാളെ നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം, അതായത് നമ്മുടെ 11-ാം തീയതി നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്ക് പബ്ലിക് എക്സാം ആയതുകൊണ്ട് നമ്മൾ മുമ്പേ പഠിച്ചു തുടങ്ങി. നമ്മൾ ക്ലാസ് ടെസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തലേന്നല്ലേ ബുക്ക് എടുത്ത് നോക്കുള്ളൂ. പക്ഷെ അതിന് മുമ്പേ നമുക്കറിയാം എക്സാം ഉണ്ട്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണുള്ളത് എന്നൊക്കെ. അതുപോലെ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുന്നത് നമ്മൾ കണ്ട ഈ മെയിൻ മുതലാണ് റൺ ചെയ്ത് തുടങ്ങുക. പക്ഷേ അതിന് മുകളിലാണ് എന്തുള്ളത്? ഈ പ്രീ പ്രോസസർ ഡയറക്ടറി ഉള്ളത്. അപ്പോൾ നമ്മുടെ കമ്പൈലർ, നമ്മുടെ C++ ചെയ്ത കോഡിനെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കമ്പൈലർ ഓൾറെഡി അലേർട്ടായി നിൽക്കും. ഇന്ന ഫങ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്, ഇതൊക്കെ ഇതിൽ വരാനുണ്ട്. കമ്പൈലർ ഒന്ന് അലേർട്ടായി നിൽക്കാനാണ് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്ടറി ആയിട്ട് നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് യൂസ് ചെയ്തിട്ട്, ഇതാ കണ്ടോ, ഹാഷ് ഇൻക്ലൂഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഹെഡർ ഫയൽസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അതായത് ഹെഡർ ഫയൽ എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. സോ നമ്മുടെ പ്രോഗ്രാമിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതാ കണ്ടോ. ഹെഡർ ഫയൽ എന്ന് പറയുന്നത് ഹെഡർ ഫയൽസ് കണ്ടെയ്ൻ ദ ഇൻഫർമേഷൻ about functions, objects and predefined derived data ടൈപ്സിനെ കുറിച്ചൊക്കെ ഉള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളെ ഫയലുകളാണ്. സോ അതിലായിരിക്കും നമ്മൾ സി ഔട്ടും സീനും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കേണ്ടത് നമുക്കറിയില്ലല്ലോ, കമ്പ്യൂട്ടറിന് അറിയാം. സോ അതൊക്കെ ഇതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഏതെങ്കിലും ഹെഡർ ഫയലിലായിരിക്കും. IO stream എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ പല മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഹെഡർ ഫയലുകളുണ്ട്. സോ ആ ഫയലുകളിൽ ഇതിനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെയാണ് ആ ഒരു ഫയലുകളിൽ ഉണ്ടാവുക. സോ ഈ പറഞ്ഞ ഹെഡർ ഫയലുകളെ ഒക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാനും വേണ്ടി ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്ന പ്രീ പ്രോസസർ ഡയറക്ടറീസ് നമുക്ക് യൂസ് ചെയ്യാം. എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഡിഫറെൻറ്റ് പ്രീ പ്രോസസർ ഡയറക്ടറീസ് എഴുതാൻ പറയാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഹാഷ് ഇൻക്ലൂഡ് എഴുതാം. അതുപോലെ ഹാഷ് ഡിഫൈൻ, ഹാഷ് അൺഡിഫൈൻ, നമ്മുടെ കോൺസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെയാണ് ഹാഷ് ഡിഫൈൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ സിംബോളിക് കോൺസ്റ്റൻസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഹാഷ് ഡിഫൈൻ ഒക്കെ യൂസ് ചെയ്യാം. നോക്കിക്കോളൂ. അപ്പം ഹാഷ് ഡിഫൈൻ, ഹാഷ് എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്ടറീസിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഹെഡർ ഫയൽ നമ്മൾ പറഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫയലുകളാണ് ഹെഡർ ഫയൽ. IO stream നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം ആണ്. അതായത് സി ഔട്ടും സീനൊക്കെ വന്നു കഴിഞ്ഞാൽ സി ഔട്ട് പ്രിന്റിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്, സീന് റീഡിംഗ് സ്റ്റേറ്റ്മെന്റ് ആണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുള്ളത് എവിടെയാണ്? നമ്മുടെ ഈ ഒരു ഹെഡർ ഫയലിന്റെ അകത്താണ്. ആൻഡ് പിന്നെ നമ്മൾ കാണാം നെയിം സ്പേസ് STD എന്ന് കാണുന്നില്ലേ? നമ്മളൊരു പ്രോഗ്രാമിൽ തന്നെ സി ഔട്ടും സീനും എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. സി ഔട്ടും സീനും നമ്മൾ ഒരുപാട് തവണ യൂസ് ചെയ്യുന്നില്ലേ? സോ ഈ ഒരേ പേര് തന്നെ പല കാര്യങ്ങൾക്ക് ABC 3 വേരിയബിൾ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സീനിന് 3 പ്രാവശ്യം കൊടുക്കാം അല്ലേ? അപ്പൊ 3 പ്രാവശ്യം 3 വ്യത്യസ്ത വേരിയബിൾ റീഡ് ചെയ്യാൻ നമ്മൾ സീനിന് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഒരേ കാര്യം തന്നെ വ്യത്യസ്ത തരത്തിൽ നമ്മൾ വ്യത്യസ്ത ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ അത് കൺഫ്യൂസിങ് ആവാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ STD സി ഔട്ട്, STD 4 കുത്ത് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, അതായത് 4 കുത്ത് 2 കോളനായിട്ട് കൊടുത്താൽ മതി. സോ ഇങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഇങ്ങനെ STD ഇങ്ങനെ കൊടുക്കണ്ടേ? അതിനെ ജനറലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രീ പ്രോസസർ ഡയറക്ടറീസിൻ്റെ ഒക്കെ കൂടെ നമ്മൾ മെയിൻ്റെ പ്രോഗ്രാം റൺ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നത്. എങ്ങനെയാണ്? യൂസിങ് നെയിം സ്പേസ് STD. ഈ STD എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് എന്നുള്ളതിൻ്റെ അബ്രിവേഷൻ ആട്ടോ.
സ്റ്റാൻഡേർഡിന്റെ അബ്രിവേഷൻ ആണ് STD എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് സി ഔട്ടും സീനൊക്കെ നേരിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന് മുമ്പിൽ STD കോളൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ? ആൻഡ് പിന്നെ നമ്മൾ പറഞ്ഞു ഇൻറ്റ് മെയിൻ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. സോ മെയിൻ ഫംഗ്ഷൻ മുതലാണ് നമ്മളെ പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുക. അതാ കണ്ടോ, ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തത് മുതൽ ക്ലോസ് ചെയ്തത് വരെയാണ് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുക. ബാക്കി ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കണക്ഷൻ പോകുന്നത് എവിടുന്നായിരിക്കും? ഈ മെയിൻ ഫംഗ്ഷൻ എന്നായിരിക്കും. ക്ലിയർ? ദെൻ ഇത് ഇൻറ്റ് മെയിൻ ആയതുകൊണ്ട് ലാസ്റ്റ് റിട്ടേൺ 0 ഉണ്ടാവും. ക്ലിയർ? ഇൻറ്റ് മെയിൻ ആയതുകൊണ്ടാണ് റിട്ടേൺ 0 ഉള്ളത്. ഇനി കണ്ടോ, ഇതാണ് ഒരു എക്സാമ്പിൾ പ്രോഗ്രാം. ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് STD ആൻഡ് ഇൻറ്റ് മെയിൻ സി ഔട്ട് ഹലോ വെൽക്കം ടു C++. ലാസ്റ്റ് റിട്ടേൺ 0. ഇതാണ് ഒരു സിമ്പിൾ പ്രോഗ്രാം. ഇനി നമുക്കൊരു പ്രോഗ്രാം എഴുതി നോക്കാം. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ആഡ് 2 നമ്പർ. 2 നമ്പർ ആഡ് ചെയ്യാനുള്ള C++ പ്രോഗ്രാം നമുക്ക് എഴുതി നോക്കാം. ഫസ്റ്റ് നമ്മളിതാ ഹാഷ് ഇൻക്ലൂഡ് കൊടുക്കുന്നു. ഹാഷ് ഇൻക്ലൂഡ് IOStream കൊടുത്തു. ദെൻ യൂസിങ് നെയിം സ്പേസ് STD യൂസിങ് നെയിം സ്പേസ് STD. ഓക്കെ, സെമിക്കോളൻ കൊടുക്കണം. ആൻഡ് ഇൻറ്റ് മെയിൻ കൊടുക്കുക, കേർലി ബ്രാക്കറ്റ് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ പ്രോഗ്രാം. സ്ട്രക്ചർ ഓക്കെ അല്ലേ? ഇനി നമ്മുടെ പ്രോഗ്രാം എന്താ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് എ C++ പ്രോഗ്രാം ടു ആഡ് 2 നമ്പർ. 2 നമ്പർ റീഡ് ചെയ്യണം. അപ്പൊ നമുക്ക് വേരിയബിൾ ഡിക്ലറേഷൻ എങ്ങനെയാണ്? ഡാറ്റ ടൈപ്പ് ഇൻറ്റ് A, B, C. 2 വേരിയബിൾ എയും ബിയും അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ, ആഡ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാൻ C എന്ന് പറയുന്ന വേരിയബിളും. ഓക്കെ, എന്നിട്ട് റീഡ് ചെയ്യാം. സി ഔട്ട് എൻറ്റർ 2 വേരിയബിൾസ് അല്ലെങ്കിൽ 2 വാല്യൂസ്. സീൻ എ ഒരുമിച്ച് തന്നെ നമുക്ക് റീഡ് ചെയ്യാം. എയും ബിയും ആ ചിഹ്നം 2 പ്രാവശ്യം ഇട്ടാൽ മതി. ക്ലിയർ? എയും ബിയും റീഡ് ചെയ്തു. ദെൻ C ഈക്വൽ ടു A + B. A + B വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അത് പ്രിന്റ് ചെയ്യണം. സി ഔട്ട് the sum is ചിഹ്നം കൊടുക്കുക, C പ്രിന്റ് ചെയ്യുക. ക്ലിയർ? ദെൻ റിട്ടേൺ 0. ലാസ്റ്റ് എന്ത് ചെയ്യണം? ആ മെയിൻ ക്ലോസ് ചെയ്യണം. ലാസ്റ്റ് റിട്ടേൺ 0 കൊടുത്തിട്ട് റിട്ടേൺ 0 സെമിക്കോളൻ ലാസ്റ്റ് മെയിൻ ക്ലോസ് ചെയ്യാം. ക്ലിയർ? ഇതാണ് സിമ്പിൾ പ്രോഗ്രാം എഴുതേണ്ട സിമ്പിൾ സ്ട്രക്ചർ ആണ്. സോ 2 നമ്പർ റീഡ് ചെയ്തു, അത് രണ്ടും ആഡ് ചെയ്തിട്ട് ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്തു, ആ വേരിയബിൾ നമ്മൾ പ്രിന്റ് ചെയ്തു. സോ ഇങ്ങനെയാണ് മക്കളെ സിമ്പിൾ ആയിട്ട് നമ്മൾ സെയിം പ്രോഗ്രാം ആണ്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം എഴുതേണ്ടത്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആ ഒരു സ്ട്രക്ചറൊക്കെ അങ്ങനെ തന്നെയാണ്. ആ സ്ട്രക്ചറിൻ്റെ അകത്താണ് നമ്മൾ ആ ഒരു കോണ്ടന്റ് എഴുതേണ്ടത്. സോ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ചാപ്റ്റേഴ്സ് ഒക്കെ അറിയണം. ഓരോ ഈഫിനെ കുറിച്ചും ലൂപ്പിനെ കുറിച്ചും ഒക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ലൈവിൽ എല്ലാം ഡിസ്കസ് ചെയ്യണം. അപ്പം നമ്മൾ മാരത്തോൺ ലൈവിൽ എല്ലാവരും വരാം. നമുക്ക് അടിപൊളിയായിട്ട് C++ പഠിക്കാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.